ഓരോ ദിവസവും ഈ 2024 കടന്നങ്ങോട്ട് കാല് വെച്ചതേ ഉള്ളൂ. ക്രൈമിൻ്റെ ഒരു കൂമ്പാരമാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ വഴിയൊക്കെ പുറത്തേക്ക് കാണിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതെന്തൊരു മാറ്റമാണ്. ശരിയാണ് നമ്മൾ പറഞ്ഞത്. കാരണം നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പോലുമുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. കാരണം നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും നമ്മുടെ നിലപാടുകൾ വ്യക്തമാക്കുകയോ ചെയ്താൽ പോലും അപ്പുറത്ത് വശത്തിരിക്കുന്നവർ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് യാതൊരു രീതിയിലും പഠിക്കാൻ പറ്റത്തില്ല. കയ്യിൽ ആയുധം മാത്രമല്ല, വായി തുറന്ന് നോക്കിയാൽ മിക്കവാറും ഹാൻഡ്സോ മറ്റു ഉൽപ്പന്നങ്ങളോ ആണെങ്കിലും കാണും. പൊതുവെ എല്ലാവരുടെയും സമ്മർദ്ദത്തിന്റെ തോത് കുഞ്ഞുകുട്ടിയാവാനും വൃദ്ധം ജനങ്ങളിൽ കൂടുതലാണ്. അതിന് പല കാരണങ്ങളാണുള്ളത്. കാരണം അവർക്ക് സമ്മർദ്ദം ഒഴിഞ്ഞ ഒരു ജീവിതം ഈ കാലഘട്ടത്തിൽ സാധ്യമല്ല. അത്രയ്ക്കും അരക്ഷിതാവസ്ഥയോടെ പോകുന്നതാണ്. ഇപ്പം തന്നെ കലോത്സവം നടക്കുന്നു, എവിടെ പോയാലും കോമ്പറ്റീഷനാണ്. അപ്പൊ ആ കോമ്പറ്റീഷനിൽ വേണമെന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ മത്സര ബുദ്ധിയാണ് കുട്ടികളുടെ ഉള്ളിലേക്ക് കുത്തിവെച്ചു കൊടുക്കുന്നത്.